ഓമനെ 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 അതിൻ്റെ അകത്ത് വിടണ്ട ഈ കലത്തിലും വേണ്ടേ ഇത്രയും പിടിക്കുക പിടിച്ചോ അങ്ങനെ പിടിച്ചോ അങ്ങോട്ട് പിടിച്ചോ കൂട്ടറ കാര്യം എന്താ കൂട്ട് ഒന്നിച്ച് പിടിടാ ഇനി അത് പോട്ടെ അത് അണ്ണൻ്റെ കൈ കൂടെ കയറ്റിപ്പിടി പിടിച്ചോ വള്ളം ഇങ്ങോട്ട് ഞാൻ തിരിക്കട്ടെ ഇത് പിടി നമ്മളെ ഉള്ളംമലയുടെ ലാസ്റ്റ് പോർഷനാണ് ഇങ്ങോട്ട് വരില്ല അങ്ങോട്ടോ വൃത്തിയിടണ്ട ഹായ് ഫ്രണ്ട്സ് പപ്പയാണ് അപ്പം നമ്മുടെ ഓമനക്കുട്ടനും സതീഷും കൂടെ ഇല്ലേ വല വെക്കുന്നുണ്ടല്ലേ ഇതില്ല കിടക്കണം അപ്പോൾ ഒരു കുഞ്ഞു ചാലുണ്ട് ആ കരയത്തിന് പറ്റുക അത് നോക്കും അപ്പം ശങ്കർ പോ വേണ്ട വരും ശങ്കർ അതെ നമ്മുടെ സഹോദരനാണ് കേട്ടോ സത്യാണ്ണൻ നമ്മളെ സഹോദരൻ നമ്മളെ സ്ഥിരം പ്രേക്ഷകനും കൂടിയാണ് കേട്ടോ അതുകൂടാതെ നമ്മളൊക്കെ ഇറങ്ങുന്നതിനെക്കാട്ടും മുന്നേ വർഷം അപ്പാപ്പിയൊക്കെ ഇറങ്ങുന്നതിനെക്കാട്ടും മുന്നേ 40-45 വർഷമായിട്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളാണ് കേട്ടോ ഇവരെ ഒന്നും നമ്മുടെ ചില വീഡിയോസിലൊക്കെ ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവരൊക്കെ വലിയ വലിയ മീൻപിടുത്തക്കാരാണ് കേട്ടോ ആ കണ്ടത്തി വല്ലതും കിടപ്പുണ്ട് വലുതാണ് കുഴിക്കണ്ടേ ഞാൻ ഒരു ആ ഓട്ടം കണ്ട് വരാലല്ലെന്ന് തോന്നുന്നു ആണോ ഞാൻ അരിവെടുക്കാൻ വേണ്ടി ഒന്ന് പള്ളാത്തുരുത്തി വരെ പോയതാണ് അവിടെ ഇരിപ്പുണ്ട് സാടെ മുന്നോട്ട് നോക്കടാ ഇതേ ഇപ്പോഴും മടി വന്ന് ഒരു കുഞ്ഞൻ വരാൽ ഇവിടെ ഉണ്ടാ ഇങ്ങോട്ടൊരു ഹോളുണ്ടായിരുന്നു പുതിയ രൂപ മേടിച്ചോക്കാം ഓമനെ 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 പുറകെ വലയുണ്ട് പുറകെ വല അടിച്ചിട്ടുണ്ട് പൊക്കാക്കട്ടെ ഇത് നല്ല പൊക്കട്ടെ പൊക്കട്ടെ തുമ്പിന് അവിടെ ചെന്നപ്പോ ചേറ്റാളിയിൽ 1-2 അടുപ്പിച്ചിരുന്നു വല ഇങ്ങോട്ട് തള്ളി തെങ്ങിൻ്റെ പറ്റൊന്ന് നോക്കിയോ അല്ലാതെ ഇവിടെ ഒരു കലക്കൽ കണ്ടല്ലോ കറക്റ്റ് സെന്റർ ഇത് ഇവിടെ വന്ന് തട്ടിയതാ ഇരിപ്പില്ല എന്താ നമുക്ക് അത് എടുക്കാം അങ്ങ് പപ്പാപ്പിയുടെ ചേട്ടനാണ് ഇത് വരുന്നത് കേട്ടോ പപ്പാപ്പിയുടെ ചേട്ടനാ മാമൻ്റെ മകൻ സന്തോഷ് പുന്നപ്പുറ പപ്പാപ്പിയുടെ വന്ന ചേട്ടനാണ് അണ്ണാ എത്ര അടിക്കുന്നത് 250 200 ഇല്ലേ
ചാലി വലിച്ചാൽ വല്ല രക്ഷയല്ല. എവിടെ ഇല്ലേ പൊറോട്ട സന്തോഷം പറയുന്നത് ചാലി ഒന്നും ഒറ്റ സിലോപ്പ് കിടപ്പുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങൾ പൊറോട്ട കഴിക്കുവാണ്. പൈസ 5 പൈസയില്ല. അച്ഛാ ചാലിലെ കൂടി ഇറങ്ങുന്നുണ്ട്. നമ്മുടെ സ്വന്തം ആളാ കേട്ടോ. ഏസിച്ചായ അതായത് പൊങ്ങേല നമ്മളത് ഈ കണ്ടത്തില്ല കേട്ടോ. അത് ഇവിടെ ഒരു വല വെച്ചേ. ഇങ്ങോട്ടായിരുന്നു ഇത് വിട്ട് ഇതിൻ്റെ തൊട്ട് പറ്റാത്ത തന്നെ പറഞ്ഞത് ഇവിടെ കിടപ്പുണ്ട്. ഇവിടോട്ട് വാ ആരൊക്കെ അവിടെ കഴിയുമെങ്കിൽ ഇവിടോട്ട് വാ. ആരെ എടാ ഒന്ന് താത്ത് തീർത്തേ കേട്ടോടാ. പക്കൊന്ന് താത്ത് തീർത്തേ. നമ്മളല്ലാതെ കിട്ടുന്ന പള്ളാത്തുരുത്തി കൊണ്ടുപോയാൽ അവൻ ഉച്ചയാകുമ്പോൾ തന്നെ ഇവിടെ ഓടി വരും. പറ്റുപോലെ ഇടാതെ നേരത്തെ ഒരു കാര്യം നോക്കിക്കോണേ. തോട്ടിക്കിടന്ന ചാകത്തില്ല. ചാവും തോട്ടിച്ചാവും. ആ അത് ശരിയാ. ഈ ആട്ടറേടി ഇട്ടാലും മതി. അതെങ്ങനെയാന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് തോന്നും. ഇതൊന്ന് പിടിയിട്ടാ കാര്യം. ഇത് പെട്ടെന്ന് പിടിച്ചേ. ഉള്ളത് പിടിച്ചേ. നീ എന്നിട്ട് പിടിച്ചേ ആടാ എടുത്തിട്ട് പുറത്തോട്ട് തന്നെ വേണം. അങ്ങോട്ട് ആകുമ്പോൾ പിന്നെയും വല നമ്മൾ പൊക്കിയിടണ്ടേ. എന്നാണ് ആ അവിടെ കമ്പടത്ത് കുത്തട്ടാ. ഇവിടെ ഒന്ന് വലിച്ചടാ. അറുത്ത് വലിച്ചടാ. ഇങ്ങനെ അറുത്ത് വലിച്ചടാ. അറുത്ത് വലിച്ചാലേ കയറത്തുള്ളു. അങ്ങനെ ഞാൻ ഉള്ള വല നേരെ മുന്നോട്ട് മേടിക്കും. മറിച്ചു വലിക്കാം. എന്താ എന്നാ അതിങ്ങോട്ട് പെറുക്കി കിട്ടണ എന്നാ അരിങ്ങൊന്ന് പെറുക്കിട്ടെ പെറുക്കിട്ട് ഈ മറ്റേ വല എടുത്ത് ഈ വല പൊക്കുന്നതിന് മുമ്പ് മറ്റേ വല എടുത്ത് ഇവിടെ വെക്കുകയാണ്. പച്ചവല വരാൻ കുത്തിയിരിക്കുന്നു. പിന്നെ ഏത് നമ്മുടെ പറ്റുവല നമ്മൾ പൊക്കി കരക്കിട്ടിരിക്കല്ലടാ. കരക്ക് വെച്ച് പെണ്ണുങ്ങൾ വാരി അത് റോഡെ ഇട്ട് പാലത്തിൻ്റെ അവിടെ. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് വേണം വല പൊക്കാൻ. അങ്ങനെയാണേ എന്തൊക്കെയാലും വല ഇത് കോരി അങ്ങോട്ട് അടുപ്പിക്കട്ടെ. എന്നിട്ട് മതി. പിന്നെ വലയിലിട്ടോണ്ടിരിക്കണ്ടേ. അപ്പം വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഒരാൾ പൊക്കും. 2 പേര് പോയി ആ വല സെറ്റ് ചെയ്യണം. പുറത്ത് സെറ്റ് ചെയ്യണം. ഈ കണ്ടത് പഴയ കണ്ടത് അങ്ങോട്ട് പോകാൻ നേരത്തുണ്ടല്ലോ ഒരു എയ്ച്ച് വിളിച്ച് ഒറ്റ വിളരങ്ങ് വിടാം. ഒറ്റ വണ്ടി കയറ്റിക്കൊണ്ടു പോയേക്കുന്നു. അവിടെ കൊണ്ടൊന്ന് ആറ്റി ഇട്ടാൽ പോരെ. എന്നാ ഇവിടെ ഈ ലോട്ടറിക്കാരൻ്റെ ഇപ്പുറത്ത് വിനീതര ഇപ്പുറത്ത് ചെറുവഴി ഉണ്ടല്ലോ, കയറാൻ സൗകര്യം. അപ്പോൾ അവിടെ തന്നെ നേരെ സെറ്റ് ചെയ്യണം. ഇത് നമുക്ക് ഇച്ചിരി ഒതുക്കാം. വള്ളത്തിൽ തന്നെ കൊണ്ട് കൊല്ലിക്കകത്താക്കി വള്ളത്തിൽ തന്നെ കൂടെ കൊണ്ടുപോകുക. പൊക്കി എടുത്ത് അപ്പുറത്തോട്ട് ഇങ്ങോട്ട് വരും. 2 കൊല്ലിക്കകത്താക്കി കൊണ്ടുപോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പയാണ് ഇത്. അപ്പം നമ്മുടെ
കാരിയുടെ കാല് പോയി. എന്നിട്ടും കാരി ഇവിടെ കണ്ടെത്തി വലിക്കാൻ ആളില്ലാത്ത കാരണം അവൻ ഇറങ്ങി. അവനോട് എത്ര പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. ഈ വിരലാണ് അവൻ്റെ അസ്ഥി പൊട്ടിയത്. അവൻ്റെ ബാൻഡേജ് ഒട്ടിച്ചിരുന്നത്. ഇത് കണ്ട, അത് ഒട്ടിച്ചിരുന്ന ബാൻഡേജ് വിട്ട് ഇറങ്ങി. അവൻ പറയാം വീട്ടിൽ ഇരുന്ന അരി മേടിക്കണ്ടെന്ന് ചോദിച്ചു ചാടി ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ പറഞ്ഞ ആകുന്ന ഞങ്ങൾ 3 പേരും പറഞ്ഞു ആ കാര്യം ഇറങ്ങണ്ടാ. കേൾക്കുന്നുണ്ടാ? നമ്മുടെ പാലക്കാട്ട് ആവശ്യത്തിന് സിലോപ്പി കയറി കിടപ്പുണ്ട്. കണ്ട സിലോപ്പിയ കാര്യം അല്ല ശങ്കര. പോ പോ പോ. ഈ വല ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയത് വലയങ്ങ് ഇടിഞ്ഞ്. അതെ ഈ വല ഇങ്ങനെ പൊങ്ങി നിന്ന ഒരു തടസ്സമില്ലാതെ ആ മീൻ കയറി പൊക്കോളും. മേലെ പുറമോട്ട് മലന്ന് കിടന്നോട്ടോ അങ്ങനെ കുഴപ്പമില്ല. വലി വലി ഓമന ഓമന ഇത് വന്നേ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയടാ. ഇതൊന്നും അങ്ങോട്ടൊന്നും ഇല്ല ഇല്ല. അത് പുറത്ത് പോണേ പുറത്ത് പോട്ടെ. ഇത് കൊണ്ടോ നോക്കി ഇങ്ങോട്ടും. ഇത്രയില്ല ഇത്രയും വിട് വിട്. ഈ കാല് കൊണ്ട് തന്നെ ഈ വല മുന്നോട്ട് ശകലം ഒന്ന് കയറ്റി വെച്ച. എടാ ഇല്ല അപ്പുറം ഒന്ന് നോക്കിയടാ. അണ്ണം പിടിക്കുന്ന ഇവിടെ. വെള്ളം പിടിക്കുന്നവിടെ. അതില്ല അത് ഉരുട്ടിക്കളെ. ഈ ചണ്ണ ഇത് ഭയങ്കര പാടാ കേട്ടോ. നമ്മളെ നടുവിൻ്റെ കണ്ണ് പറയുന്ന സാധനമാണ് ഇത്. ഹലോ പൊക്കുമല്ലേ അണ്ണ? അടുപ്പിച്ചാടാ ശങ്കര. ഇത് അകന്നതെന്നാണ് നിൽക്കുന്നത് നമ്മുടെ ഈ വല. ഇവിടെ ഇത്ര അകലവാടാ. ആ ഇനി പൊക്കിയോ പൊക്കങ്ങോട്ട്. മൂടിക്ക് ശങ്കര നില്ല് വിട്ട് ഇതിങ്ങോട്ട്. ഇതിങ്ങനെ എത്രയും കയറ്റിയിട്ടിട്ട് ഇത് വലിച്ചിട്ട് ഇത് കമ്പ് കിട്ടിയില്ലേ? പൊങ്ങ് ഇവിടത്താ വിട്. നീ മേവല വിടാൻ വിട്. എന്നിട്ട് ഇതിട് നമ്മളെ സഹോദരൻ സന്തോഷം തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പുന്നപ്പുറയില്ല നമ്മളെ അപ്പാപ്പിയുടെ മാമൻ്റെ മോനാണ്. അണ്ണനാണ് നമ്മളത് പറഞ്ഞത് ഇവിടെ ഒന്ന് വെക്കട മീനുണ്ടെന്ന് പറഞ്ഞു അല്ലേ മാമൻ? അത് വേറെ ആരാണെങ്കിലും പറയത്തില്ല കേട്ടോ മീനിൻ്റെ വിസിറ്റ്. ഇപ്പം അവർ രണ്ടുപേരും നമ്മളൊരു കുത്തുപോലെ എടുത്തില്ല അപ്പുറം സെറ്റ് ചെയ്യാനാണ്. അതിൻ്റെ അകത്തോട്ട് ഈ സിലോപ്പി കൊണ്ട് ഇടാനായിട്ടാണ് അമ്മ രണ്ടുപേരും പോയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത് നമ്മുടെ തടവല കേട്ടോ. ഇത് നമ്മുടെ തടവലയുടെ മീനാണ് ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണം കൂടെ തിന്നു കായലിൽ നിന്ന് കയറിയതാണ്. നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ വേറെ ഉണ്ട്.
പലണക്ക് 5 മാസം കിടന്നില്ലേ? അതിന്റെ ഗുണം വരാളില്ല എന്തിരുടെ പോയില്ല. ആ വേറെ കാര്യമില്ല, ഇന്നട്ടവായി ഇവിടെ കാര്യമില്ല. ഏതായാലും എന്നാ വല പൊക്കി വെച്ച് കൊടുക്കണമല്ലോ. ആ നടുവൊക്കെ ഇല്ല, അവിടെ ഇല്ല, സൈഡ് കൊണ്ടൊക്കെ നിന്ന് കിടക്കുന്നില്ലേ? അതാ കൂതയിലേക്ക് പോയി. ഒന്ന് പോയിക്കാണ്. ഞാനത് ആലോചിച്ച ഒന്ന് ആ ചരട് വലിച്ചെന്ന ഇത് ഇവിടം വലിച്ച വലിയ അണ്ണാ ഈ വല കുത്തിയിരിക്കുന്ന സ്ഥലം പൊക്കമാണ്. ഇത് പൊക്കമാണ് വല കുത്തിയിരിക്കുന്നത്. ആ അല്ല ചെറുതായി ഈ അറ്റം വന്ന് മുറിവ് കാണിക്കുന്നു. നമുക്ക് അവിടെ വല വെക്കാം. ഇവിടുന്ന് അങ്ങോട്ട് വലിക്കാം, ഇവിടുന്ന് അങ്ങോട്ട് വലിക്കാം. കാലം എടുത്ത് അണ്ണാൻ അകത്തോട്ട് വെച്ചു. മേളിൽ കാണുന്നതിനെ മുള്ളനോട് കൂടി ഇങ്ങനെ എടുത്താൽ പിടിക്കാനൊരു സുഖം ഇതുള്ളതുകൊണ്ട് കേട്ടോ. ഗ്ലൗസ് ഇട്ട് പിടിക്കണം. എന്ന് പറയുന്നതാണ്. എൻ്റെ ഗ്ലൗസിൻ്റെ കാര്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ അത് കൊണ്ടേ പോകത്തുള്ളൂ ചെറുക്കാനേ. എന്ത് നമ്മുടെ വലക്കാത്തോട്ട് തന്നെയാണോ പോണേ? വലക്കാത്തോട്ട് തന്നെയാണോ ആ വീടിന്? നീ എന്നെ കരയിക്കരുത് കേട്ടോടാ, ഇതിനെ കരയിക്കരുത്. പിന്നല്ല മാമന ഇങ്ങ നമുക്ക് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാം. എന്താ കാലെടുത്തകത്തിട്ട് കയ്യെ വീണ നല്ല വരുമോ? കയ്യെ കൊണ്ടെണ്ണ മറ്റവനെ മീനെടുത്തേ ഒതുക്കമില്ല. അന്നീനെ വിളിച്ചാണ്.
നമ്മളെ തടവലേല മീനാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. എന്നാൽ അവന്മാർ ഇങ്ങോട്ട് പോന്നതാണ്. എന്താണ് അവന്മാർ എവിടെ എങ്ങനെ എവിടെ എന്നാ അങ്ങോട്ട് വിടണ്ട, അവിടെ തെളിഞ്ഞ് നിൽക്കുക. ഇല്ല ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കട്ടെ. അവിടെ തെളിഞ്ഞ് നിൽക്കുക. അതവിടെ കിടന്നോട്ടെ. ഇത്രയും പെറുക്കിയിട്ട് നമുക്ക് ഇതൊരു കൊല്ലിയിടാം. എന്നിട്ട് മറ്റേത് മറ്റേ കൊല്ലിയിൽ വിടാം. വലിച്ച ഞാൻ വലിക്കട്ടെ. ഞാൻ വലിക്കാം. വിട് ഇവിടെ അങ്ങ് വലി. ആ കെട്ട് വരെ താത്തിട്ടൊന്ന് അയഞ്ഞ് കിടക്കട്ടെ. വള്ളം കുറച്ചൊന്ന് ഇങ്ങോട്ട് ഇറക്കണം. നടുക്കോട്ട് കെട്ടിയിട്ട് അങ്ങോട്ട് മാറ്റാം. ആ ആ അല്ലാതെ ആ കലം എടുത്ത് അങ്ങോട്ട് ആ മലയിലേക്ക് മറിച്ചടാ. പിടിക്കടാ കാര്യം അത് പിടി. അതെല്ലാം അങ്ങോട്ട് എടുത്ത് മറിച്ച്. ഓവനെ അതിൻ്റെ അകത്ത് വിടണ്ട, ഈ കലത്തിലും വേണ്ടേ? ഇത്രയും പിടിക്കുക. പിടിച്ചോ, അങ്ങനെ പിടിച്ചോ, അങ്ങോട്ട് പിടിച്ചോ. നമുക്കേ ഈ മീൻ മുഴുവനും എടുക്കും നമുക്ക് കാണിക്കാൻ നമുക്ക് പറ്റാതെ വരും കേട്ടോ. ക്യാമറ ഇതില്ല പലക്കത്ത് എല്ലാ സിലോപ്പി എടുക്കും. ഇതെല്ലാം സിലോപ്പി കണ്ട, ഇതെല്ലാം കിടക്കാൻ കിടക്കുന്നു. സിലോപ്പി ഹെവി സിലോപ്പി കിടക്കുന്നത്. അങ്ങോട്ടുണ്ട് കൂട്ടാണെങ്കിൽ എടുത്ത് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഈ ബാറ്ററി ഓഫ് ആകുന്ന വരെ നമ്മുടെ വീഡിയോ മുന്നോട്ട് പോകും കേട്ടോ. പക്ഷേ അത്ര നാള് കിടക്കണം ഓമനെ. അതെ ഇവിടുന്ന് ഇങ്ങോട്ട് തട്ടിയാൽ പിന്നെ ഈ മുള്ളനി വരുമായിരുന്നു. കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാം, അല്ലാതെ കൂട്ടിയാലെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് അത് കൂട്ടിത്തരുമോ? അതേ പെറുക്കി ചെയ്യാം. കളയും. ഇതിപ്പോൾ 5 മാസം വെള്ളം കിടന്നുകൊണ്ടല്ലേ ഓമനെ? 8 മാസം കഴിഞ്ഞു. അതുകൊണ്ട് ഇതിലും മേലല്ല ആണോ ആയിരിക്കുന്നു. അത്ര നാൾ വെള്ളം കിടന്നു അല്ലെന്ന് കിടന്നിരുന്നെങ്കിൽ അത് വലിപ്പമുള്ള പാടമില്ല. ആ അങ്ങനെ വലിപ്പമുള്ള വാർത്ത കയറിയായിരുന്നു. ഇതിന് ഓട്ടം ഭയങ്കരമില്ല. അപ്പോൾ ഓടിയായിരുന്നു കൂടുതൽ വളർച്ച. അതിൻ്റെ കൈ ഇരിക്കുന്നുണ്ട്. വാക്കുകളും തപ്പി പിടിച്ച് നമ്മൾ കൊണ്ടുവരും. ഉടനെ പുള്ളി അത് വന്ന് ഞണ്ടിക്കൊണ്ട് പോകും. പക്ഷെ മീനില്ല കേട്ടോ നമ്മൾ പറയാണെങ്കിൽ. ഈ വഴി നമ്മളുണ്ടല്ലോ നടന്നാലും ഓടിപ്പോയി. പിന്നെ പറയാൻ പറ്റത്തില്ല. അവിടുന്ന് ആ ഉടുക്ക് വരുന്നതുകൊണ്ട് മീൻ അങ്ങോട്ട് മാറി നിൽപ്പുണ്ടെന്ന് അറിയാൻ മേല. ഞങ്ങൾ നടന്നിട്ടില്ല. കണ്ടത്തിൽ ഓടുന്ന ഏത് കണ്ടത്? ഈ ചേണ്ട കണ്ടത്തിന് അപ്പുറമല്ലടാ, അപ്പുറമല്ലടാ. ഇല്ല ആ ചേട്ട് കണ്ടത്തില്ലല്ലേ? ഞങ്ങൾ നടന്നിട്ട് ഞങ്ങളുടെ മുന്നേ മീൻ ഓടിപ്പോയി. അല്ല ഇപ്പം വേറെ ടീം. ആ കമ്പിങ് എടുത്തടാ. ശരി ഞാൻ കമ്പിങ് എടുത്ത് വെള്ളത്തിലേക്ക് പൊക്കി വെക്കാം. ഇടാ അവിടുന്ന് ശലം വെള്ളം മേടിക്കൂടാ. അയ്യോ ഒരു സിലോക്ക് ഇപ്പം ചാടി. ആ ചാലി വേണം ഓളം വേണം. ശരി ഇതേടത്തെ ഇവിടെ അങ്ങോട്ടൊരു കമ്പ് വിടാം.
എന്നാ ഞങ്ങൾ ഈ തടവന എടുത്തില്ലേ, അവിടുന്ന് വട്ടമിട്ട് ഇങ്ങോട്ട് കോരി പിടിക്കട്ടെ. ഇങ്ങോട്ട് നിങ്ങൾ പോയി വെച്ച് വരുന്നവരെ ഈ വലയിലേക്ക്. എവിടെ എവിടെ? അത് കാറ്റല്ല. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. കെട്ടിയാ അടുപ്പിച്ച് കിട്ട്, അടുപ്പിച്ച് കിട്ട്, കെട്ടടുപ്പിച്ച് കിട്ട്. ഇത് ഉറക്കത്തില്ലടാ ഇതെല്ലാം കൂടെ വെക്കുമ്പം. വലിച്ചാ വരും, ഇത്ര മീനുമായിട്ട് പൊക്കിക്കൊണ്ട് പോക്കില്ല, നടക്കത്തില്ല. വെള്ളത്തിൽ തന്നെ വെച്ച് ചണ്ണയൊക്കെ വരും ഇടയ്ക്ക്. കഴിവതും ഇത് പറ്റിക്ക് എടുക്കണം. ഇല്ല ആ നീ ഇതും കൂടെ വിട്ടേ. അവിടെ പിടിച്ചേ അവിടെ പിടിച്ചു പിടിച്ചാ. നമ്മുടെ മീനൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് എല്ലാം കറക്റ്റായിട്ട് ഇതേ കണ്ട, അതിൻ്റെ അകത്ത് കൊണ്ടിട്ടിരിക്കുക മീനെല്ലാം. ഇനി അവിടുന്ന് പോയി മീൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിടണം. അതും കരിമീൻ ഒരു കുത്തോല വെച്ച തപ്പുമല്ലേ ഓമന്, എന്തുമാത്രം പുറകു പോയിക്കോണം. ഇങ്ങോട്ട് വന്നാടാ, ഇല്ല ആ മുള്ളല്ലാതെല്ലാം വായും വിളിച്ച് നിൽക്കുന്നതല്ല. ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം നമ്മളത് ഒരു കൊല്ലം മീൻ കേട്ടോ, ഒരു കൊല്ലത്തെ നമ്മളൊരു ശകലം മീൻ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് വല വലിച്ചാടാ. കാര്യം ഇവിടെ പിടിച്ചാടാ. എന്നാ ശങ്കറ കാര്യം നീ ഇങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് നടന്നു വന്നോളാ. കാര്യം ഇങ്ങോട്ട് നടന്നു വന്നോളാം, ഇങ്ങോട്ട് നടന്നു വന്നു. ആ വെള്ളം വലിച്ച് ഇങ്ങോട്ട് എടുത്തോ, പുറേ കുട്ടാ. ഇത്ര സ്ഥലത്ത് വല്ലതും ഉണ്ടോ? ഇത്രയും വല്ലതും ഉണ്ടോ? ആ ചെണ്ണ കൂടെ പോവില്ല. അപ്പുറത്തെ കണ്ടത്തിലേ എന്താ ഇത്ര കൊണ്ട് ഇതാണ്, അത് കൂടെ എടുക്കാം. അത് നോക്കി അവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഈ മേലെ ഇങ്ങനെ കുടഞ്ഞോളെ. ഇല്ല അതാ ഒരു മൂല, ആ ഓറഞ്ച് പോലെയാ. ഇവിടെ മറിക്കല്ല ആ മുറിയാവൂടാ. അതെ ഇവിടെ
ഇവിടെ ഇങ്ങോട്ട് മാറി. ആ മുള്ളൻ അങ്ങ് താത്തി വെച്ചങ്ങ് ആ മുള്ളൻ മാത്രം അങ്ങ് പറിക്കുക. അങ്ങോട്ട് വെള്ളത്തിലേക്ക് താത്തി മീനില്ല, ഒന്നില്ല. ഉണ്ടാവും മേലെ പിന്നെ ഇല്ല ഉണ്ട്. നേരത്തെ പോയി തന്നെ നേരത്തെ 50-60 കിലോ ആണ്. എത്ര കാലം എടുത്തിട്ട്? കട മുക്കാലും ലോഡ് ചെയ്ത് അടിച്ചോണ്ട്. എത്ര കാലം ഒന്നാല്? 2 3 രണ്ടൊന്നുമല്ല. നീ എത്ര എടുക്കും? 3 കാലം. കൊല്ലി വില 3 ആക്കിയായിരിക്കും. 3 കാലം. കൊല്ലി വില 2 കൊല്ലി വില ഇത് 3 കലം ആക്കി കാണും. 4 കലം മൊത്തം. ഓരോ കാലം എടുത്തുള്ളൂ. കൊല്ലി 2 ബുക്ക് ചെയ്ത. അതാ പറഞ്ഞു, ഓരോ കാലം എടുത്തുള്ളൂ. അപ്പം 3 കലം 3 കൊല്ലി. നല്ല 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 മാലയങ്ങൾ ഇങ്ങോട്ട് നീട്ടിട്ടു. ആ നിങ്ങൾ അല്ല പോയിട്ടോ, ഇങ്ങോട്ട് നീക്കി. ഇത് വരുന്നില്ല. ഉടക്കിയിരിക്കുന്നു. കുഞ്ഞാ കുഴപ്പമില്ല. ഇത് കൊടുത്തിട്ട് ഓമനെ എങ്ങോട്ട് ഇറക്കി വെക്കാനാ? ഉടക്കോലിടുവാണ്. നമ്മളെവിടെയാ വല കുത്തുന്നു? ആ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോടാ. എങ്ങോട്ട്? ഇത് അടിച്ചെടുത്തുണ്ട്. ഇവനെ നീക്കാൻ ഇപ്പൊ അതിനകത്ത് കിടന്നേക്കാളി കൂടുതലുള്ളൂ. തല പൊക്കടാന്നാ രണ്ടുപേരുടെ. ആ മതി. നമ്മളിനി ആ കണ്ടത്തിൽ വെച്ചാൽ ആ കണ്ടത്തിൽ വെച്ചാൽ അങ്ങ് പോകത്തല്ലോ. അതൊക്കെ ആ കണ്ടത്തിൽ വെക്കാം. എളുപ്പം നോക്കിട്ട് നാളെ ഇല്ല. നാളെ ഇവിടുന്ന് 10 രൂപയുടെ മീൻ കിട്ടും പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ പിടിക്കും അണ്ണാ. അത് ഞാൻ വെച്ചതായിരുന്നു, ചാടിപ്പോകാതിരിക്കും. പോട്ടെ. അരക്കല്ലം ഇതേ ഉള്ളു അല്ലേ? അണ്ണാ ഇത് അടിച്ചേച്ചാ എവിടെ വല വെക്കാനാ? അത് പറ. ആ ആ വല വെക്കുന്ന ഭാഗം നോക്കിച്ചാൽ മതി. മീൻ നല്ലവണ്ണം ചാലിറങ്ങിട്ടുണ്ട്. നല്ലവണ്ണം ചാലിറങ്ങും. വലിക്കാം. കണ്ട് അധികം നടത്തി നടക്കുന്നുണ്ട്. ഈ ഇറങ്ങുന്ന മീൻ അങ്ങോട്ട് അത് വലിക്കാം. ഈ വല വഴി അങ്ങോട്ട് എടുക്കുമല്ലേ? എന്തുവാ പറഞ്ഞു? അത് പറ. മൂല അടിക്കാം. മൂല കറക്കി എടുത്താൽ മതി. മൂല കറക്കാം. ആ അവിടെ നല്ലോണം മീൻ കിട്ടും. കമ്പ് കുത്തിയിരിക്കുന്നുണ്ട് അവിടെ നിന്നാണ്. ആ ആ അത് ഒറ്റക്കാലേ പോണ്. എന്റെ കാരി ആ വള്ളത്തെ ഞാൻ പോയാ കേട്ടാ. ആ വള്ളത്തെ അപ്പാപ്പി പോയാ റെഡിയാ കേട്ടാ. മറിഞ്ഞ് എപ്പം താഴെ പോയി ചോദിച്ചാൽ മതി. അത് നല്ല ബാലൻസ് തന്നെയാണ് കേട്ടോ. കളിയ എങ്ങനെയുണ്ട്? നോക്കിട്ടെങ്ങനുണ്ട്?
നിങ്ങളുണ്ട്, നിങ്ങൾ ദൂരത്താ. അത്ര കിട്ടത്തില്ല. അതിൽ പേരൊക്കെ അത് പറയാ അല്ലേ? അത് കണ്ടില്ല താഴെ കിടക്ക്. ഇത് നോക്കി ഇത്തിരി അകന്ന് പടന്നല്ല അതിനകത്തൂടെ ചാടി കിടത്തുള്ളൂ. സ്ഥലം കിട്ടും. മലയിലേക്ക് ഇടുവാണ്. മുഹൂർത്തമല്ല ഇവിടെ കിടക്കുന്നത്. ഇന്നത്തെ കണ്ടെല്ലാം മുഴുത്താണ്. നല്ല ഓട്ടവും ഉണ്ടായിരുന്നു. ഇതിവിടെ ഉണ്ടല്ലോ അല്ലേ മേലെ. ആ ഇവിടെ എന്തുവാടാ ചെയ്തത്? മുറിയെടുത്തിട്ട ആണ ഓണ ഇവിടെ ഓണ ഒരു വലിയ എലോപ്പിയെല്ലാം കിടക്കണം. നമ്മുടെ ആ കാലം ഒന്ന് ഇങ്ങോട്ട് മുട്ടിക്കണ്ടായിരുന്നു. ഇങ്ങോട്ട് വള്ളം തന്നെ ഇങ്ങോട്ട് കൂടി. ഹലോ എടാ പാല നിങ്ങളുടെ നേരെയാണ്. അപ്പം പിന്നെ നിങ്ങൾ കുത്തിയാൽ എങ്ങനെ ശരിയാവുമെന്നത്? ആ കാര് വലയും കൊണ്ട് വലിച്ച് കയറ്റി വെച്ച് കൊറാ. നല്ലപോലെ കുത്തണേ. ഒന്ന് പിടിച്ച ശകലവിടെ കയറ്റി ഇട്ടെന്ന്. ഓക്കെ എന്ത് ഒരറ്റം ഇങ്ങോട്ടുണ്ടോ? പറഞ്ഞിട്ട് വരുന്നേ ഉള്ളൂ. അത് രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു. ആ അത് ഒരുപാട് ചരിക്കണ്ട. എന്ത് വല ഇങ്ങോട്ട് വരാനുണ്ടോ? കിട്ടേ പിടിച്ച്. ആ ഇനി കയറല്ലേ വലതേ ശങ്കര, വലതേ ഇങ്ങനെ കിടക്കുന്ന വല അങ്ങനെ കുത്താവുള്ളൂ. ആ കാര്യം വല ഇങ്ങനെ ഇപ്പം ചാഞ്ഞ കുത്തി അതേക്കാളൊക്കെ തന്നെ പുറകും ഭരിക്കാവുള്ളൂ കേട്ടോ. ആണോ ഇല്ല, ആ വള്ളം അങ്ങോട്ട് തള്ളി വിട്ടാൽ മതി എന്നാ. കാര്യം
വള്ളം നോക്കണം അവിടെ. നില്ല്, നീ ഇപ്പം വലിച്ചിട്ട റെഡിയാകത്തില്ല കേട്ടാ കാരി. ഈ മൂലം നോക്കണ്ടടാ. അണ്ണാ എന്നാ കമ്പ് വേണേ വെച്ച് കുത്ത്, കമ്പ് വേണേ വെച്ച് കുത്തിക്ക്. അണ്ണാ നോക്കിക്കോണേ, വലിക്കുമ്പോഴേ ആ അണ്ണാ പോരെ. ഓമനെ അവിടുന്ന് അടിച്ച് ഈ വല തന്നെ ഇറക്കിയാൽ മതിയോ? മതിയോ? പോരെ. ആ അങ്ങനെ പോവാ. നീ ഇതുവഴി ഒന്ന് നടന്നേ, ആ വിട്, മാറ്. നല്ല കാലം മുന്നോട്ട് പിടിച്ച് വെക്കാനാടാ. ആയില്ല അണ്ണാ. ആ മണിയുള്ളതുകൊണ്ടേ വന്ന് അത് കിടന്നോളൂണ്ണ. മറ്റേ വല കണക്കല്ലല്ലോ കാര്യം. അത് കണ്ട നിന്റെ പുറകെ കാര്യം അങ്ങോട്ട് വലിച്ച നമ്മുടെ കമ്പന് എല്ലാം അങ്ങോട്ട് വലിക്കടാ. ശങ്കര ഒന്ന് വലിച്ചടാ. ആ വലിച്ച് വലിയ അവിടെ നിക്കണ മക്കളെ വരുന്നടാ. അടി വലിച്ചോ ശങ്കര, ഇനി അടി വലിച്ചു. അടി പുറയില്ല, അടി പിടിച്ച്. നമ്മടെ ഇത് തടവല കേട്ടോ, തടവല. ഇത് ഉള്ളുമ്പല, ഉള്ളുമ്പല സിലോപ്പിയാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മളെ സഹോദരങ്ങളെല്ലാം മീൻ പിടിക്കാൻ ഉണ്ട് കേട്ടോ. നമ്മളെ അറിഞ്ഞവരെല്ലാവരും വീശോലയായിട്ട് വന്നിട്ടുണ്ട്. അതെടാ ഇതാണോ വല? ഇതാ വല കേട്ടോ. ഇതിൻ്റെയോ? ആ ഉണ്ട്, ഉണ്ട്. തരാം. നീ ധൃതി വെക്കാതെ. ആ മതി. നീ അങ്ങനെ പറ്റല്ലേ. നില്ലടാ. ഏതാണ്? ഇതാണ്. രണ്ടെണ്ണം ഉണ്ടോ കാരി? വീടാ കാരി. ആ മൂന്നെണ്ണം. അതാ കാരി പൊക്കുന്നതെല്ലാം റെഡി ആയിരിക്കണം. ടൈറ്റ് ആയാടാ? ടൈറ്റല്ലേ അണ്ണ? രണ്ടും പൊക്കുവാണേ. പൊക്കണം. മൂടിക്ക. ഇതും മൂടിക്ക കാരി. പൊങ്ങ് വലിച്ച ഇങ്ങോട്ട്. ആ ഇനി ചെന്നേച്ചേ പൊറോട്ട ആ പുറകൊന്ന് പൊക്കി ഇട്ടേ എല്ലാവരും. എന്നിട്ട് ഓരോ കമ്പ് ഇങ്ങോട്ടും തരണേ കാരി. ഓരോ കമ്പ് ഇവിടെയും തരണം. അകത്തേകത്ത് ഇട്ടാൽ മതി. ഒരു കമ്പ് ഇവിടെ എന്താ, അവിടെ വലിക്കുമ്പോൾ ഇവിടെയും തരണം ഒരു കമ്പ്.
വള്ളത്തെ കമ്മുണ്ട്, വള്ളത്തിലൊക്കെ കമ്മുണ്ട്. നമ്മുടെ തടവല എന്നുള്ള മീനോട് കേട്ടെ. അപ്പം കാലിയുടെ കൈക്കിട്ട് പറഞ്ഞിട്ട് മുള്ള് വലിയ ഡേഞ്ചറാണ് കേട്ടോ. കരിമീനെക്കാട്ടിയും ഡേഞ്ചറാണ് ഇത്. മുള്ള് നിവർക്കും. അതുകൂടാതെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ശങ്കർ പോ നമുക്കിപ്പോൾ ഫുഡ് മേടിക്കാനായിട്ട് ശങ്കർ പോ ഇപ്പം പോയി കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് പെറുക്കി ഇടുക. നമ്മുടെ ഉള്ളുംവലയാണ് അത്, നമ്മുടെ തടവലയാണ് ഇത്. നീ കൊല്ലിക്കാത്തിട്ടോ? അപ്പം ഇതൊന്നും ഞങ്ങൾ പെറുക്കുക കേട്ടോ. അവൻ ചുമക്കൂല വേണ്ട. അവനെ നേരത്തെ പുണ്യെന്ന് പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഇത് കുറവൊന്ന് മൊത്തവും നമ്മളിട്ടുള്ള ഏതാ ഇതാണോ ചുമ. അന്ന് നടുവേന 2 കുളി അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങി. എൻ്റെ കൈയും പൊങ്ങുന്നില്ല, കാലടിച്ചു. പക്ഷേ ആ ചുമലോട് കൂടി ഉണ്ടല്ലോ എൻ്റെ കൈ ഓണായി. എൻ്റെ കൈ പൊങ്ങത്തില്ലായിരുന്നു അമ്മനെ, വണ്ടിയൊന്നും വീണിട്ട് കൈ പൊങ്ങത്തില്ലായിരുന്നു. അങ്ങോട്ട് വിട്ടല്ലേ. അല്ല മുറി വിട്ട് ഓക്കെ. വെള്ളം നേരെ കിടക്കൂട്ടി. വെള്ളം വേണേൽ കുറച്ചുകൂടെ അങ്ങോട്ട് കുറച്ചുകൂടെ നീങ്ങ. അല്ല അതുകൊണ്ടാ കുനിയാത്ത കേട്ടെ. നടുവേദന അതുകൊണ്ടാണ് കുനിയാത്ത. വെള്ളമുണ്ടല്ലോ അയച്ചു കെട്ടി അവിടെ പുതിയത്. ആ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അവിടെ കെട്ടിയിടാടാ. അതെല്ലാം കൂടെ കാണില്ലേ. എന്നിട്ട് ഇതും കൂടെ പെറുക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടിടാം. ഇങ്ങോട്ടൊന്ന് പൊള്ളിച്ചേ, അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഇത് നീ വന്നിട്ട് ആ ഇത് വലി വങ്കയിലാണോ ഇരിക്കുന്നത്? ഈ ചരട് പിടിച്ചടാ. നീ ചരട് പിടിച്ച കലം ഞാൻ മുറിച്ച് തരാം. അയച്ചെടുത്ത് ഇങ്ങനെ മൊത്തത്തിൽ കിടത്തിയിടണേടാ കേട്ടോ അണ്ണാ. എന്നാ അറിയാ നടുവിൻ്റെ കണ്ണി പറയുന്ന എന്താ പൊന്നെ. അന്നാ എല്ലാം അവിടുത്തെ ആ മൂല ഉള്ളത്. ഈ മൂലക്ക് തലയും വെച്ച് അങ്ങോട്ട് പോകും. കാര്യം ഇപ്പോഴാണ് ഒരു സന്തോഷം. കാരണം ഇവിടുത്തെ വലുത് കണ്ടപ്പോഴേ അവിടുത്തെ ആദ്യ മുറിക്കുള്ള വലുതേ ഉള്ളായിരുന്നു വലിയ വലയ്ക്ക്. അതല്ല അണ്ണാ പിന്നെ അതേ ഇല്ല. ആ കമ്പേന്ന് നമ്മൾ എടുക്കാതിരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. കമ്പേന്ന് എടുത്ത് വിട്ടുക. ഇല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഇങ്ങോട്ട് വലിഞ്ഞ് മാറണം. കൊല്ലുവല നടന്നപ്പോൾ 2 കലം മീൻ കിട്ടിയടാ. പിന്നെ 50 കിലോ മീൻ കിട്ടിയപ്പം കൊല്ലുവലയെന്ന് ഇല്ലണ്ണാ. അല്ല കൊല്ലുവലയെന്ന് തടവല വല പേര മാറിപ്പോവുക.
വിശപ്പ് വന്നാ വലയല്ല, പലതും മാറുമല്ല അല്ലേ? നോക്ക് അല്ല, ഇത് രണ്ടും കൊണ്ടുപോയേക്കുക, ഇത് രണ്ടും അതും ഇതും കൊണ്ടുപോയേക്കുക. ഇല്ലെങ്കിലേ നമ്മൾ ശരിയാകത്തില്ല. ഇത് ഈ വെള്ളം, ഇത്രയും വെള്ളം പ്രശ്നം. പുതിയ വെള്ളമായതുകൊണ്ട് കുഴപ്പമില്ല. ഞാനിതേ കേറിന്ന് അടിച്ചിട്ട് പറ്റിക്കാനിപ്പോ കാലിനടിക്കുന്ന ഒരു പണിയുണ്ട്, ഉറങ്ങാന്. ഇങ്ങനെ വയ്യാത്ത കാലം കൊണ്ട് അടിച്ചടിച്ച് വെച്ചിരിക്കുന്ന പരിപാടിയുണ്ട് ഇവിടെ. കണ്ടോ കുറച്ചധികം ചത്തല്ലോ, കുറച്ചധികം ചത്തല്ലോ ഇത്. ഇതേ ഈ പുളിവെള്ളത്തിൻ്റെ ആണ്, പുളിവെള്ളത്തിൻ്റെ ആണ്. ഇല്ല, നമ്മളെ ഫിലോപ്പ് ചെയ്ത് കേട്ടോ. കത്തിയിൽ നിന്ന് അങ്ങ് ചുവന്നുകൊണ്ട് വരുമ്പോഴേ അതൊക്കെ മയങ്ങുന്നു. ചിലതെല്ലാം ഉഷാറാകും കേട്ടാ, ചിലതൊക്കെ ഓടും ഉഷാറാകും. അതൊക്കെ പൊക്കോളും, അതൊക്കെ ഓടിക്കോളും. ഇതിൻ്റെ കാലൊക്കെ പുറത്തേ ആടിയ പോലെ എനിക്ക് തോന്നുന്നു, പുറത്തേ ആടിയ പോലെ. കൂട്ടറ കാര്യം എന്താ? കൂട്ട് ഒന്നിച്ച് പിടിയിടാ ഇനി, അത് പോട്ടെ. അണ്ണൻ്റെ കൈ കൂടെ കയറ്റിപ്പിടി. പിടിച്ചോ. വള്ളം ഇങ്ങോട്ട് ഞാൻ തിരിക്കട്ടെ. ഇത് പിടി. അത് വേണ്ട, അപ്പം നമ്മൾ വെയിറ്റ് താങ്ങണം. ഞാൻ റെഡിയാക്കി തരാം. പോട്ടെ, വള്ളം പോട്ടെ അല്ല അണ്ണ. അടിവലയും കുറച്ച് വേണമെങ്കിൽ വലിച്ചു കയറ്റിയിട്ട്. നല്ല
വെയിൽ കൊണ്ട് നല്ല നമ്മൾ ക്ഷീണിച്ച് കേട്ടോ എല്ലാവരും. കഴിഞ്ഞ വിശന്ന് തളന്ന് നീന്തലോട് നീന്തലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ശങ്കർ ബാബു പോയിട്ടുണ്ട്. അപ്പം പപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും മാക്സിമം ഒന്ന് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുപോയാൽ മതി. ഇടയ്ക്ക് നമ്മുടെ ക്യാമറയുടെ ഒരു കംപ്ലൈൻറ്റ് കൊണ്ട് ചിലപ്പോൾ സ്വരം വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വെച്ച വലകളെല്ലാം തീരുവ വലുതായി. അതാ വള്ളം മുങ്ങുക. ഞാൻ അപ്പുറം നിൽക്കാം. നടക്കത്തില്ല. ഒരുപാട് വീടുകളിലൊക്കെ കിട്ടും. എല്ലാരും മീൻ പിടിച്ചു, നമ്മൾ മാത്രം മീൻ പിടിച്ചില്ല. ഇവിടെ പോക്കുക മാറിക്കും അവരെ എന്താ അതങ്ങോട്ട് കൂട്ടിയേക്കുമല്ലേ? എന്താ മോനെ അങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെയാണ് ഇത്. മറ്റേത് ഈ കനമുള്ള കമ്പ് കുത്തറ. ഇവിടെ കണ്ട ഒരു കനമുള്ള കമ്പുണ്ടായിരുന്നല്ലോ. വേണ്ട അല്ല ഇവിടെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ വള്ളം വേണ്ട നമുക്ക്. വള്ളം വേണമല്ലോ നമുക്ക്. കാര്യം അവിടെയൊക്കെയാടാ, കല്ലൊക്കെയാടാ. നീ കാല് കെട്ടല്ലേ കേട്ടാ. Hey! Yeah. ആണാ ഇവത്തെ ഒരു നാണയത്തോട്ടില്ല ഇവത്തെ. എന്തായി പണി കഴിഞ്ഞില്ല. ഇതില്ല കണക്ക് നോക്കി ഇനി കണക്ക് നമ്മുടെ സഹോദരങ്ങളെല്ലാം കേട്ടോ. പൊക്കോട്ടെ സന്തോഷണ്ണ. നമ്മളെ ഉള്ളംമലയുടെ ലാസ്റ്റ് പോർഷനാണ്. ഇങ്ങോട്ട് വല്ല അങ്ങോട്ടോ വൃത്തിയിടണ്ട. അങ്ങോട്ട് വലിക്ക് നീളത്തിൽ വലിച്ചാൽ മതിയെന്ന് കാര്യം. പെറുക്കി ഒതുങ്ങുമ്പം റെഡിയാ. ഇതിൻ്റെ അകത്തോട്ട് തന്നെ പറ്റേ. അത് നമ്മുടെ കണ്ണിൽ ചെളി പോകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു
കുട്ടനാട്ടുകാരെന്നുള്ള നിലയിൽ വന്നു പോകണമെന്ന് എന്നും പറഞ്ഞ് കുട്ടനാട്ടുകാരെല്ലാവരും തെറി പറയുന്ന ആൾക്കാരെന്നൊന്നല്ല, ഒരു ആവേശത്തിൽ സാധാരണപ്പെട്ടവൻ്റെ വായിൽ നിന്ന് വരുന്നതാണ്. കൊടുക്കാം അതൊക്കെ കാര്യം പറയുക. ഇപ്പം അവിടെ ഒരു കമ്പ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അടിച്ചു വായിക്കല്ലേ ശങ്കരേ, ഞാൻ ഇത്രയും ബലം വിട്ടിരിക്കട്ടെ. ഓ അതാ ഞങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്കും ബിസ്ക്കറ്റ് മേടിക്കാനുള്ള നിങ്ങൾ തരാൻ ശ്രമിക്കണം. അച്ഛൻ പറഞ്ഞ ചോറുണ്ടായിരുന്നു, കുനിയാൻ പോലും വയ്യ. എന്താടാ കാര്യം? ഓമലയൊക്കെ ചിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ കുനിയാൻ പോലും മേലെ. കലം വേണം ഇവിടെ വെക്കണം. തിരിച്ച് ചാടുന്നുണ്ട് നമ്മള്. ഒരെണ്ണം പെറുക്കിയിടുമ്പോ രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് ചെയ്യണം. നിങ്ങൾ കലവരുത്ത് അപ്പുറത്ത് ഇട്ടോളാ നിങ്ങളുടെ സൗകര്യം. ഇതിന്റെ അകത്ത് വേണേ വെച്ചോന്നേ, നിങ്ങളകത്ത് വെച്ചോ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ലെന്ന്. ഒന്ന് പോയാൽ ഇപ്പം നോക്കണേ. വറ്റേ ഒരു വറ്റയില്ല. എന്റെ ചെവി കൂടാ പോയത്. ഇല്ല ഞാൻ അതാ എന്റെ ചെവിയുടെ സൈഡിൽ കൂടെ. അതല്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കത്തില്ലേ? ഈ വാലാണ്. വാലാണ്. ഓമനെ നമ്മളെ ഈ വലയും കാര്യങ്ങളൊക്കെ എവിടെ വെക്കും? ചട്ടിയുടെ കടയുടെ പുറകെ വെക്കണോ? അതോ അങ്ങ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. വള്ളാത്തൂർ ഇവിടെ എവിടെയെങ്കിലും വെച്ചാൽ പോരെ. രണ്ടാമത് പിന്നെ ചോദിച്ചോണ്ട് വരുന്നൊക്കെ നല്ലല്ലോ. കാരി ഇനി വേണമെങ്കിൽ ആ കല ഒഴിവാക്കിയേക്കടാ. ഇനി വേണമെങ്കിൽ അടുത്ത കൊല്ലു പിടിയിടാ. അടുത്ത കൊല്ലു പിടി. ശങ്കര നീ ഒരു കൈ ഇവിടെ പിടിച്ച്, ഞാൻ ഒരു കൈ ഇവിടെ പിടിക്കും. അത് പിടിച്ചു. ഞാനപ്പോ ഇവിടെ വിരലുണ്ട്. നീ ഒരു കൈ ഇവിടെ പിടിച്ച്. ഏതാണ്? അല്ല അത് പോകത്തില്ല, അത് കെട്ടിയിരിക്കുക. ഇവിടെ കെട്ടിയിരിക്കുക. അത് മാതാവിനാണ്. കാരി ഒരു സ്ഥലത്തോട്ട് തിങ്ങണ്ടെന്ന് വെച്ചാടാ. ഈ സൈഡിൽ മൊത്തം ഉണ്ട്. നീ അതിനെ മാറ്റാവാ എങ്കിൽ അപ്പുറം ഇതേ കണക്ക് തന്നെ പിടിക്കാമെങ്കിൽ എല്ലാവർക്കും പെറുക്കിടാൻ പറ്റും അല്ലേ? ഓമനയുടെ മിനിഞ്ഞാൽ നിനക്ക് കിട്ടിയതാ. നമ്മളത് വിട്ട് കളഞ്ഞില്ല. കാരണം എവിടെയെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ അല്ലേ ഓമന? അത് പോത്തില്ല, എന്നാലും കുഴപ്പമില്ല. അതായിക്കോട്ടെ. നമ്മുടെ രണ്ടാമത്തെ വലയിലെ ലാസ്റ്റ് പോർഷനാണ് ഈ കാണുന്ന. ആ കലത്തിലുണ്ട്, ഇല്ല ആ കൊല്ലിലുണ്ട്, ഈ കൊലത്തിലുണ്ട്, എല്ലാം. ഇത് പോരായിട്ട് ഈ പാടത്ത് മൊത്തം നല്ല വലിയ ചികിത്സയാട്ടോ. വെള്ളം ചെറുത് വള്ളത്തെ എല്ലാം വലിയ പുറംകാലിൽ തട്ടുന്ന പിള്ളേർ നിൽക്കുവാടാ. അവിടെയും തട്ടി നില്ല തരാടാ തരാന്ന്. ആ കിട്ടിയല്ലേ? പിന്നെ അത് ഞാൻ നീ അവിടെ കൈ വെക്കാൻ ഞാൻ പൊക്കാൻ കൂടെ ഒരു പോലായിരുന്നു. അതാ നോക്കിയിരുന്നു എന്തോ തെറിച്ചു വരും. ഇത് അടിച്ച് തെറിക്കണോ നമ്മുടെ കയ്യിൽ? പൊക്കി വള്ളത്തലൊക്കെ വെച്ചിട്ട് വലുതുണ്ടൊക്കെ എടുത്ത് കണ്ടിട്ട് ഇതൊക്കെ ആ കള നമ്മൾ അത്ര വലുത് കിട്ടിയിട്ട്
ശങ്കര നീയും അല്ല കാര്യമല്ല കാര്യം പൊട്ടിട്ടിട്ട് നിങ്ങൾ വല കൂടാ ഒറ്റയ്ക്ക് പോവുക ആ എങ്കിൽ നീ പോയി ഇട്ടിട്ട് പോവാ ഞങ്ങൾ വല കൂടാൻ കൊണ്ട് ഒറ്റയ്ക്ക് പോവാം. ആ കണ്ട ഊണിന്റെ കാര്യം വന്നാൽ ഞാൻ കടമായി കണ്ട ഒറ്റയ്ക്ക് അവൻ ഏതാ പിന്നെ ശരീരം തളർന്ന് ആ, പിന്നെ ഇതായി അല്ലാതെ. പോകത്തില്ലേ? ആ അവിടെ കിടന്നോട്ടാ നമുക്ക് കൊണ്ടുപോവാ പൊക്കോ നീ പൊക്കോ ശങ്കർ പോവാ മീൻ കൊണ്ടുപോവാ കേട്ടോ പിന്നെ പണിയും കഴിഞ്ഞ് ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ അപ്പൊ അപ്പാപ്പയുടെ വീഡിയോസ് കാണുന്ന 2 പേരെ കിട്ടി കൂടെ കേട്ടോ പേരെന്തോ കുഞ്ഞിന്റെ എത്രയല്ല പഠിക്കുന്നത് 3ാം ക്ലാസ് ഓ കുഞ്ഞിന്റെ പേര് എത്രയല്ല പഠിക്കുന്നത് 7ാം ക്ലാസ് പറഞ്ഞ 6 മക്കളാന്നോന്ന് പറഞ്ഞേ സജേഷിന്റെ സജേഷിന്റെ ഓക്കെ ഓക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പഴയ വീട് പഴയ യൂണിഫോം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി 7ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് എന്നാ പേരെന്നാ? ഓ സന്തോഷം കേട്ടാ പോയിച്ച് വരൂ. നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് മക്കള് ആ നടക്കട്ടെ സന്തോഷം നമ്മുടെ സുഹൃത്തിന്റെ മക്കളാ കേട്ടോ അതെപ്പോഴാ പൊക്കുന്നത്? നമ്മുടെ ആശാൻ പപ്പാണൻ ക്യാമറയുടെ ഫ്രണ്ടും തുടച്ചേക്ക്. പപ്പാണ് വെള്ളത്തിൽ അതൊക്കെ നമ്മൾ എടുക്കുന്നത്. പാവപ്പെട്ടു. നമുക്ക് ഇതൊക്കെ മതി. നമ്മുടെ ഓമനക്കുട്ടാന്റെ സഹോദരനാ കേട്ടോ പരല് വെറുക്കുന്നു. ഗുണമുള്ളതാണല്ലോ എണ്ണ എടുക്കുന്നത് ഗുണമുള്ള എടുത്തിട്ട് മറ്റല്ല പേസല്ല മറ്റുള്ളവർക്ക് കൊടുക്കുക. ആടിയടാ വിനീതേ അഞ്ചരേ നമ്മുടെ സഹോദരങ്ങളല്ല കേട്ടോ നമ്മുടെ സഹോദരൻ ശിശുപാലെന്ന സിലോപ്പില്ലേ സിലോപ്പി ഒരു 5-6 കിലോ 5-8 കിലോ ഉണ്ട്. അടിയടാ ഉണ്ടായിരുന്നു സിലോപ്പി ഉണ്ടായിരുന്നു. അത് ഈ അല്ല കുഴപ്പമൊന്നുമില്ല.